തായ്വാനിൽ നിന്ന് പൊതുതിരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ അനുകൂലികളായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും ചൈന പക്ഷക്കാരായ കുമിങ്താങ് പാർട്ടിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. സമദൂര സിദ്ധാന്തം പാലിക്കുന്ന തായ്വാൻ പീപ്പിൾസ് പാർട്ടിയും മത്സരരംഗത്തുണ്ട്. ആര് വിജയിക്കും എന്നത് ഇന്ത്യ പസഫിക് മേഖലയിലെ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. അഞ്ച് ദശാബ്ദത്തിലധികം കുമിങ്താങ് പാർട്ടി തായ്വാന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതിന് പിന്നാലെ 2000-ലും 2004-ലും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അധികാരത്തിലെത്തി. കുമിങ്താങ് 2008-ൽ ഭരണം തിരിച്ചുപിടിക്കുകയും 2012-ൽ അത് നിലനിർത്തുകയും ചെയ്തു. ജനാധിപത്യവൽക്കരണത്തിന് ശേഷം 2016-ലും 2020-ലും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ് വിജയിച്ചത്. നിലവിലെ പാർലമെന്റിൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിക്ക് 54% സീറ്റുകളും കുമിങ്താങ് പാർട്ടിക്ക് 34% സീറ്റുകളുമാണുള്ളത്. തായ്വാൻ പീപ്പിൾസ് പാർട്ടിയും ന്യൂ പവർ പാർട്ടിയുമാണ് പാർലമെന്റിലെ മറ്റ് കക്ഷികൾ. DPPയെ പിന്തുണയ്ക്കുന്നവർ തായ്വാൻ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി നിലകൊള്ളണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യം രണ്ട് ഭരണവ്യവസ്ഥ പോലുള്ള ഹോങ്കോങ് മോഡലിനോട് അവർ യോജിക്കുന്നില്ല. കുമിങ്താങ് പാർട്ടി ചൈനയുമായി സമാധാനപൂർണമായ ബന്ധം വേണമെന്ന നിലപാടുകാരാണ്. തായ്വാൻ പീപ്പിൾസ് പാർട്ടിയും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് പറയുന്നു. അതേസമയം DPPയുടെ അമേരിക്കൻ അനുകൂല വിദേശകാര്യ നയത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. DPP വീണ്ടും അധികാരത്തിലെത്തിയാൽ ചൈന തായ്വാനെതിരെ സൈനിക നീക്കം ശക്തമാക്കാനും ദ്വീപിനുമേൽ വീണ്ടും അവകാശവാദം ഉന്നയിക്കാനുമാണ് സാധ്യത. കുമിങ്താങ് DPP സഖ്യകക്ഷി സർക്കാരാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ചൈന സൗഹാർദ്ദപരമായ സമീപനമാകും സ്വീകരിക്കുക. തായ്വാനിലെ അധികാരമാറ്റം ഇന്ത്യ പസഫിക് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നുറപ്പ്. റിസർച്ച് ഡെസ്ക് 24.